എല്ലാ വൺ ടി വി പ്രേക്ഷകർക്കും ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ വിഷസ്. യെസ്, നമ്മുടെ മലയാളികൾക്ക് ക്രിസ്മസ് ന്യൂ ഇയർ വിരുന്ന് വിരുന്ന് മാത്രമല്ല ഒരു സമ്മാനമായി എത്തിരിക്കുകയാണ് കസിൻസിൻ്റെ ഫിലിം ടീം വിത്ത് കസിൻ ഫിലിം. എന്തായാലും കസിൻസിൻ്റെ സ്പെഷ്യൽ ക്യാരക്ടർ ചെയ്ത മിയ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് മിയനെ വെൽക്കം ചെയ്യാം നമ്മുടെ ഇന്നത്തെ ഷോയിലേക്ക്. ഹായ് മിയ, വെൽക്കം ടു ആ ഷോ. ഹായ്. സക്സസ്ഫുള്ളി റണ്ണിങ് എന്ന് പറയാം നമ്മുടെ കസിൻസ്, നമ്മുടെ സ്വന്തം കസിൻസ്. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അല്ലേ, വണ്ടർഫുൾ ആർട്ടിസ്റ്റുകൾ. ആൻഡ് അതും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഭംഗിയുള്ള ആർട്ടിസ്റ്റുകൾ. നമ്മൾ ചില ആർട്ടിസ്റ്റുകൾ നോക്കുമ്പോൾ നമ്മളിങ്ങനെ അന്ന് വരെ വായി നോക്കി നിന്ന് പോകും. അതേപോലത്തെ ആർട്ടിസ്റ്റുകളാണ് അതിൽ ഫുൾ കാസ്റ്റിങ്. നമ്മുടെ ചാക്കോച്ചേട്ടൻ, ഇന്ദ്രജിത്ത് ആൻഡ് മിയ, നിഷ അഗർവാൾ അല്ലേ, വേദികയുണ്ട്. ഞാൻ തന്നെ ആലോചിച്ച് ഞാനിങ്ങനെ നോക്കി നിൽക്കാണ്ടോ. അബ്സല്യൂട്ട്ലി പറഞ്ഞ ഫ്രെയിമിനെക്കാട്ടും എനിക്ക് പറയാമല്ലോ ഓപ്പണായിട്ട്, ഫ്രെയിമിനെക്കാട്ടും മിയെ നേരിട്ട് കാണാൻ എന്ത് ഭംഗിയാണ്. ഓക്കെ, യെസ്, കസിൻസ് എങ്ങനെയാണ് ക്യാരക്ടർ വരുന്നത്? ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഗസ്റ്റ് റോളാണ്. ഇതിന്റെ കസിൻസിന്റെ ഡിസ്കഷൻ നടക്കുന്ന സമയത്തെ എനിക്ക് അറിയായിരുന്നു. കാരണം ഞാൻ ഇടയ്ക്ക് ഞാൻ വൈശാഖ് സാറിന്റെ ഒപ്പം വിശുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇടയ്ക്ക് ഒരിടത്ത് വെച്ച് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞായിരുന്നു, നെക്സ്റ്റ് കസിൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. സേവിച്ചേട്ടനെ കണ്ടപ്പോഴാണെങ്കിലും എനിക്ക് ഇങ്ങനെ പറഞ്ഞായിരുന്നു കസിൻസ്. അപ്പൊ ഓക്കെ, വർക്കൊക്കെ നടക്കുന്നത്. അപ്പം നമ്മളെ വേറെ കാര്യങ്ങളൊക്കെ പോയി. ഇതിന്റെ ഷൂട്ടിങ് ഒക്കെ തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഗസ്റ്റ് റോൾ ഉണ്ട്, മിയ വന്ന് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ ആലോചിക്കാനേ പോയിട്ടില്ല സെക്കൻഡ് ഒരു ടൈം. കാരണം എനിക്ക് ആ ടീമുമായിട്ട് നല്ല പരിചയമാണ്. കാരണം വൈശാഖ് സാറിന്റെ ഒപ്പം ഞാൻ വിശുദ്ധം ചെയ്തു. പിന്നെ സേതുചേട്ടന്റെ ഒപ്പം ഞാൻ സലാം കാശ്മീർ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ആർട്ട് ഡയറക്ടർ ജോസഫ് നെല്ലിക്കൻ, ക്യാമറമാൻ ഷായി ചേട്ടൻ, പിന്നെ വൈശാരായൻ ചേട്ടൻ. അങ്ങനെ ആ ഒരു ടീം എനിക്ക് വളരെ പരിചയമുള്ള ഒരു ടീമാണ്, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ടീമാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു സെറ്റില്, വിശുദ്ധന്റെ സെറ്റിലായിരുന്നു. ലാസ്റ്റ് ഡേ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇന്ന് ഷൂട്ട് തീരുവാണ്, ഇന്നാണ് എന്റെ ലാസ്റ്റ് ദിവസം ഷൂട്ട് ചെയ്യുന്നത്, ഇന്നിനി കഴിഞ്ഞ് പോവാണല്ലോ. അങ്ങനെ ഓർത്ത് വിഷമിച്ചത് ആ ഒരു സെറ്റിലാണ്. അപ്പൊ അത്ര ഒരു അറ്റാച്ച്മെന്റ് ഉള്ളൊരു സെറ്റായിരുന്നു അത്. അപ്പൊ അതേ ഒരു ടീമൊക്കെ തന്നെയാണ് കസിൻസിലും വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട്, എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് ഞാൻ രണ്ടാമത് ആലോചിക്കാനേ പോയില്ല. മിയ ഇവിടെ വരണം, ആ ഒരു റോൾ ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, എന്താണ് ഷൂട്ടിങ്, എന്താണ് നെക്സ്റ്റ് ഞാൻ ചോദിച്ചത്. അപ്പൊ അവരത്രയും ഒന്നുമില്ലാത്തൊരു സംഭവം എനിക്ക് ഇട്ട് തരില്ല, എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടാവും, ഒരു സ്പേസ് ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ടാണ് ഒന്നും ആലോചിക്കേണ്ടത് ഞാനൊരു ഇത് ചെയ്തത്. ആ ഒരു ഗസ്റ്റ് റോൾ എന്ന് പറഞ്ഞാൽ ചാക്കോച്ചേട്ടന്റെ എന്താ പറയാ, ചെറുപ്പകാലത്തുള്ളൊരു സംഭവമാണ്. ട്രെയിലറിന്റെ അകത്തൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് തന്നെയാണ് മെയിൻ ആയിട്ട് അതിനകത്ത് വരുന്നൊരു പോർഷൻ. ചെറുപ്പകാലത്ത് ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ചാക്കോച്ചേട്ടൻ പ്രേമിച്ച ഒരു പെൺകുട്ടി, അങ്ങനെ ഒരു ലെവലാണ്. അപ്പൊ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഓവറോൾ 4 പേരുടെ ട്രാവലാണ്. ചാക്കോച്ചേട്ടൻ, ഇന്ദ്രേട്ടൻ, സുരാജേട്ടൻ, ജോയിച്ചേട്ടൻ, ഇവരുടെ 4 പേരുടെ ഒരു ട്രാവലാണ് ഈ ഒരു സിനിമ മുഴുവൻ പോകുന്നത്. ലേഡീസ് എന്ന് പറഞ്ഞാൽ വന്നു പോകുന്നു എന്ന് പറയാം. കൂടുതലും ഫുൾ ഈ 4 ഹീറോസിനെ തന്നെയാണ് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതില് എന്നെ കണ്ടിട്ട് ആൾക്കാർ വിളിച്ചു പറഞ്ഞൊരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പടം കണ്ടിട്ട് പോകുമ്പോഴും മനസ്സിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് ആ ഒരു. അതാണ് ഒരു ആർട്ടിസ്റ്റിന്റെ വിജയം എന്ന് പറയുന്നത്. അതായത് നമ്മൾ വെറുതെ ഒരു പടം കണ്ടിട്ട് പോകും, ലൈക് പടം കണ്ടു ഒരു 2 hours 2.5 ഒരു എന്റർടൈൻമെന്റ് നമ്മൾ കഴിഞ്ഞിട്ട് മിണ്ടാതെ ഇറങ്ങി പോകും. പക്ഷെ അതൊന്നും അല്ല, ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത റോള് മനസ്സിൽ എന്ന് ആലോചിക്കുന്ന ആ റോൾ, അങ്ങനത്തെ റോള് കിട്ടുന്നത് ഭയങ്കര ലക്കി ആണ് അല്ലേ. എനിക്ക് തോന്നുന്നത് മിയ ഭയങ്കര ലക്കിയാണ്. ബിക്കോസ് കിട്ടുന്ന എല്ലാ ക്രൂവും വലുതാണ്, കിട്ടിയ ക്യാരക്ടേഴ്സ്. പൊതുവേ നമ്മൾ കുറച്ച് ആർട്ടിസ്റ്റുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, കുറച്ച് ഇപ്പം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നന്നായിട്ട് നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഒരുപാട് നല്ല കുറേ പടങ്ങൾ ചെയ്തതിന് ശേഷമാണ് വലിയ വലിയ ബഡ്ജറ്റ് ഓഫ് ഫിലിംസുകൾ കിട്ടുന്നത്. പക്ഷെ മിയ ഭയങ്കര ലക്കിയാണ് കേട്ടോ. ആൻഡ് സോ സ്വീറ്റ്. ഞാൻ എപ്പോഴും ഒരു ആർട്ടിസ്റ്റിനെ കാണുമ്പം ഇരുത്തി വെച്ചിട്ട് പ്രശംസിക്കരുത് എന്ന് പറയാറുണ്ട്. പക്ഷേ എനിക്ക് പറയേണ്ടിയിരിക്കുന്നു, ഞാൻ ഒരുപാട് ആക്ടേഴ്സ്, ഒരു വലിയ വലിയ ആക്ടേഴ്സിനെ കണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തൊരു സിമ്പിൾ മാൻ ആണെന്നോ എന്നൊക്കെ പറഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് ഫേസ് ടു ഫേസ് പറയും. ആർട്ടിസ്റ്റുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ പറയാലോ ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ മിയ. ഓക്കെ, ലൈക്ക് നമ്മള് ഹായ് എം ടോണി അത്രയ്ക്ക് മനസ്സിൽ നമ്മൾ കൊണ്ട് നടക്കുന്ന ഒരു ക്യാരക്ടർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മിയയുടെ ക്യാരക്ടേഴ്സ്. അതിൽ അതേപോലെയാണല്ലേ കസിൻസും? കസിൻസ് ടോണിയില് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു, ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു. നല്ല പെർഫോമൻസിനും ഏരിയ ഉണ്ടായിരുന്നു. ഞാൻ ചെയ്യാത്ത പോലത്തെ ഒരു
ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസും അതിന്റെ അകത്ത്. ഇതിലെങ്ങനെയാ ലുക്സ് ഒക്കെ വരുന്നത്? ഇതിലെ ലുക്സ് വരുന്നത് പഴയൊരു പോർഷൻ ഉണ്ട്. അതും അതെ, ഈ പറഞ്ഞ പോലെ ഞാൻ ഇതുവരെയും കുറച്ച് മെച്ചൂർഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ളത്. എന്നെ കണ്ടിട്ടുള്ള ഒരു സാരി അല്ലെങ്കിൽ ചുരിദാർ അങ്ങനെ ഒരു ലെവലായിരിക്കും എന്നെ കൂടുതലും കണ്ടിട്ടുള്ളത്. അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് വന്ന 2 മൂവീസ് ആണ് ടോണി എന്ന് പറയുന്ന ഹായ് ആം ടോണി. ഇതൊന്നും പറയാം, ഇതിനകത്ത് സ്കൂൾ യൂണിഫോമിൽ വരുന്നുണ്ട്. ചാക്കോ ചേട്ടൻ, ഇന്ദ്രേട്ടൻ, അവരെല്ലാരും ആ ഒരു നിക്കറും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് ആ ഒരു കോസ്റ്റ്യൂമില്, ഞാനും അതേപോലെ സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് മുട്ടുവരെയുള്ള ഒരു സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ട് ബെൽറ്റ് ഒക്കെ മുടിയൊക്കെ 2ആയിട്ട് പിന്നി കെട്ടി അങ്ങനെ ഒരു സ്കൂൾ കോസ്റ്റ്യൂമിലും എന്നെ ആദ്യമായിട്ടാണ് മലയാളി ഓഡിയൻസ് കാണുന്നത്. അപ്പൊ എനിക്കും അതൊരു നല്ലൊരു ചേഞ്ച് ആയിരുന്നു. ബിക്കോസ് എനിക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെ കേൾക്കുമ്പോഴേ, ഈ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. ബിക്കോസ് ചാക്കോച്ചൻ, ഇന്ദ്രജിത്തേട്ടൻ ആൻഡ് മിയൊക്കെ സ്കൂൾ യൂണിഫോമിൽ എനിക്ക് ആലോചിക്കാൻ വയ്യ കേട്ടോ, നേരിട്ട് പോയി കാണാൻ. നല്ലൊരു പോർഷൻ ആണ് ഞാൻ ചെയ്തിരിക്കുന്ന. ആ ഒരു പോർഷൻ വളരെ പ്ലസന്റ് ആയിട്ടുള്ള, ചിരിക്കാവുന്ന ഒരു നല്ലൊരു ഏരിയ, നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ. ചാക്കോച്ചൻ ഒരു ഇന്നസെൻസ് ഉണ്ടാവും അല്ലെ? ചാക്കോച്ചേട്ടൻ അയ്യോ പ്രായം കുറഞ്ഞവരെ വരികയാണോ? ആണാണ് കേട്ടോ. നമ്മള് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഫിലിം ആകുമ്പോൾ കുറച്ച് ഏജ്ഡ് ആയിരുന്നു ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ വരെ എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര പ്രായം വെക്കാത്തൊരാളെന്ന് ചാക്കോച്ചൻ എന്ന് വിശേഷിപ്പിക്കുകയാണ് കേട്ടോ മിയ. ഓക്കെ, ചാക്കോച്ചനായിട്ട് ഇന്ദ്രജിത്തൻ അതിന് കോമ്പിനേഷൻസ് ആണ് അല്ലേ വന്നത്? അവരും ഒന്നിച്ച് അവരുടെ 4 പേരുടെ ഒപ്പമാണ് വന്നത്. ഓക്കെ, ബാക്കി കൂടെ അഭിനയിച്ചത് നിഷ അഗർവാൾ അല്ലേ? എനിക്ക് കോമ്പിനേഷൻ വന്നിട്ടില്ല. കോമ്പിനേഷൻ അവരുടെ ഒപ്പം ഇല്ല. എനിക്ക് ഇവരുടെ 4 പേരുടെ ഒപ്പമാണ് എനിക്ക് കോമ്പിനേഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, ഒരു കോമഡി ഏരിയാസ് ആണ്. ഞാൻ ഇതുവരെയും അങ്ങനെ ഒരു കോമഡി സീനിലൊന്നും അങ്ങനെ ഒരു ഭാഗമായിട്ടില്ല. ടിവിയിലാണെങ്കിലും ഇങ്ങനെ ചിരിക്കും അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ, കോമഡി പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനകത്താണെങ്കിലും എന്റെ പോർഷൻസ് ഒന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. കോമഡി മൂവിയിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ആഗ്രഹം ഉണ്ടല്ലേ? രസല്ലേ? അപ്പൊ കണ്ടല്ലോ, മിയയുടെ ആഗ്രഹം ഏതെങ്കിലും ഡയറക്ടേഴ്സ് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ട് ചെയ്തോളൂ. മിയക്ക് കോമഡി ടച്ച് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് കുറച്ച് ആഗ്രഹമുണ്ട്. ഞാൻ ചോദിക്കട്ടെ മിയ, എല്ലാ ആർട്ടിസ്റ്റുകളും ഇല്ല എനിക്ക് അങ്ങനെ ഇല്ല എന്ന് പറയാറുണ്ട്, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടിയാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹമുണ്ട്. എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു ഡ്രീം റോൾ ഇല്ല സത്യം പറഞ്ഞു. ഇല്ല. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു ക്യാരക്ടർ ആലോചിച്ച്, ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു പീരിയോഡിക് ഫിലിം ചെയ്യാൻ ആഗ്രഹമാണ്. അതൊക്കെയാണ് ഞാൻ പറയുന്നത്, അതൊക്കെ ഇഷ്ടം. ഞാനിപ്പോ ചെയ്തു. ഞാൻ ഒരു തമിഴ് മൂവിയിൽ ചെയ്തു. അത് ഭയങ്കര പീരിയോഡിക് മൂവി എന്ന് പറയാൻ പറ്റത്തില്ല. 88 ആണ്, കുറച്ചടുത്ത ഒരു സമയമാണ്. എന്നാലും ഒരു പീരിയഡ് മൂവിയാണത്. അപ്പോ ഇഷ്ടമാണ് അങ്ങനത്തെ ചെയ്യാം. ഒരു അതെന്തായാലും നമ്മള് കോസ്റ്റ്യൂം ശ്രദ്ധിക്കും, ആ ക്യാരക്ടറിനോട് ഭയങ്കര ശ്രദ്ധ നമ്മൾ കാണിക്കും. അങ്ങനത്തെ പഴയ സിനിമ ആകുമ്പോഴത്തേക്ക് പ്രസന്റിൽ നടക്കുന്നവരെണ്ണാണെങ്കിൽ കുറച്ച് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. വിട്ടുപോകാൻ മീൻസ് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ, ഇപ്പോഴത്തെ പ്രസന്റ് അല്ലേ. അപ്പൊ നമ്മള് ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്തു പോകാൻ ഒരു ചെറിയ സാധ്യതയുണ്ട്. എല്ലാവരുടെയും കാര്യമില്ല, എന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഇത് കുറച്ച് പഴയതാണെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കോസ്റ്റ്യൂം ശ്രദ്ധിക്കും, നമ്മുടെ പെരുമാറ്റം ശ്രദ്ധിക്കും. എനിക്ക് തോന്നുന്നു വർക്ക് നമുക്ക് ഒരുപാട് കൂടുതൽ നമ്മുടെ പെർഫോമൻസിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും എനിക്ക് തോന്നുന്നു. ഹെയർ സ്റ്റൈലിംഗ്, നമ്മുടെ അപ്പിയറൻസും കാര്യങ്ങളും, നമ്മുടെ ഫുൾ ആ ഒരു പ്രസന്റേഷൻ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും. അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു തമിഴ് പടത്തിലാണ് ഞാൻ അങ്ങനെ ഒരു പീരിയഡ് മൂവി അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്തത്. അതിലാണ്. അപ്പോ അതിലെനിക്ക് കൂടുതൽ ശ്രദ്ധ ഞാൻ കൊടുത്തിട്ടുള്ളതായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. അപ്പം നമ്മള് ശ്രദ്ധിക്കും. അത് പഴയതാവുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പോഴത്തെ എലമെന്റ്സ് ഒന്നും വരരുതെന്നുള്ള ശ്രദ്ധ നമ്മൾ പ്രത്യേകം കൊടുക്കും. ഓക്കെ, അപ്പം പീരിയോഡിക് മൂവി ചെയ്യാൻ താല്പര്യമാണ്, കോമഡി മൂവി ചെയ്യാൻ താല്പര്യമാണ്. ഇനി അടുത്ത് ചോദിക്കട്ടെ, പോലീസ് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ്, ഡിഷും ആക്ഷൻ ഒക്കെ ചെയ്യുന്ന ഇഷ്ടമാണോ? ഡിഷും എന്നെ കൊണ്ട് പറ്റുന്ന ആക്ടിവിറ്റീസ് ചെയ്യാൻ എനിക്ക് മടിയില്ല. ഇപ്പം ഹായ് എം ടോണിയിലുണ്ട് കുറച്ച് സ്റ്റെപ്പിൽ കുറെ ഓടുന്നതും കാര്യങ്ങളും വീഴുന്നതും തലക്കടി കൊള്ളുന്നതും അങ്ങനത്തെ കുറച്ച് പോർഷൻ ഒക്കെ ഉണ്ട്. അപ്പോ ജീൻചേട്ടൻ ആയിരുന്നു ഡയറക്ടർ. അപ്പം ജീൻചേട്ടൻ പറഞ്ഞു ഡ്യൂപ്പിനെ വെക്കാം, കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആദ്യമേ ആ പോർഷൻ വരുന്നതിന് മുമ്പേ പടം തുടങ്ങുന്ന ടൈമിൽ തന്നെ പറഞ്ഞു ഇങ്ങനെ ഡ്യൂപ്പിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റാവുന്നൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ, എന്നെ കൊണ്ട് ഞാൻ തന്നെ ചെയ്തോളാം, എനിക്ക് ഡ്യൂപ്പ് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സ്റ്റെപ്പിന്ന് മറിഞ്ഞു വീഴുന്നൊക്കെ ചെയ്യുമോന്ന് ചോദിച്ചു. അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാന്ന്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളിപ്പോ ഡ്യൂപ്പിനെ വെച്ച് കഴിഞ്ഞാല് നമ്മൾ തിയേറ്ററിൽ അത് വന്നു കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ആൾക്കാർ നമ്മളോട് പറയും അയ്യോ ഭയങ്കര നന്നായിട്ട് നിങ്ങൾ ചെയ്തു, ഭയങ്കര രസമുണ്ടായിരുന്നു.
അന്നേരം പക്ഷെ നമുക്കുള്ളി കാണുമല്ലോ, അത് ഞാൻ ചെയ്തല്ലോ, അവര് ചെയ്തതിന്റെ ഒരു ക്രെഡിറ്റ് അല്ലേ നമ്മൾ എടുക്കുന്നത്. അങ്ങനെ ഒരു പോയിന്റ് വരുമല്ലോ എന്നുള്ള വിചാരത്തിൽ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്തോളാം, ഞാൻ തന്നെ ചെയ്യുകയും. മിയ ഇപ്പം മിയക്ക് ഒരു വലിയൊരു ക്യാരക്ടർ കിട്ടുകയാണ്, മേ ബി ഒരു ആക്ഷൻ ക്യാരക്ടർ കിട്ടുകയാണ്, മേളിൽ നിന്നൊക്കെ വീഴുന്നതും കുറച്ച് റിസ്കിയാണ്, ബട്ട് സ്റ്റിൽ സേഫ്റ്റി ഉണ്ട്. അങ്ങനത്തെ റോൾ റണ്ണിങ് ചെയ്യുമോ? നല്ല സേഫ്റ്റി മെഷേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. പക്ഷെ എല്ലാരും ഡൗട്ട് പറയാണ്, ഇപ്പോ ബിൽഡിങ്ങിന്റെ മേളിൽ നിന്നൊക്കെ എടുത്ത് വേറെ ബിൽഡിങ്ങിലോട്ട് ചാടുക ഭയങ്കര റിസ്കി സംഭവമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ മനസ്സൊന്ന് പേടിക്കാൻ സാധ്യതയുണ്ട്. അവരും വേണ്ട, നമുക്ക് ഡ്യൂപ്പിനെ വെച്ച് തന്നെ ചെയ്യിക്കാം. അടുത്ത ദിവസം ഇപ്പൊ ഡ്യൂപ്പിനെ വെക്കുന്ന സമയത്ത് പറയുന്നൊരു കാര്യമാണ്, അതെ ഇപ്പൊ ഇതൊക്കെ ആവേശം വെച്ചെങ്കിൽ ചെയ്യും, നാളെ നമുക്ക് ഷൂട്ടറാണ്, കാലൊടിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല, അതുകൊണ്ട് ആളെ വെച്ച് ഡ്യൂപ്പിനെ വെച്ച് ചെയ്യിക്കാന്ന് അവര് തന്നെ പറയും. അപ്പോ അങ്ങനെ ഒരു ഭയങ്കര ഹെവി ഒരു നമുക്കും കുറച്ച് ടെൻഷൻ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാൻ ഡ്യൂപ്പിനെ ആശ്രയിച്ചെന്നിരിക്കും. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ മാക്സിമം ഞാൻ ചെയ്യാൻ ട്രൈ ചെയ്യും. ടോണിയിലെ യൂസ് ചെയ്തിട്ടില്ല, ഞാൻ എന്റെ എല്ലാം ഞാൻ തന്നെ ചെയ്തത്. ഓക്കെ, മിയയുടെ ഫാമിലി? എന്റെ ഫാമിലിയില് പപ്പയുണ്ട്, മമ്മിയുണ്ട്, എനിക്കൊരു ചേച്ചിയാണുള്ളത്. ചേച്ചി ഇല്ല ഇൻഡസ്ട്രിയിൽ? ഇല്ല എന്റെ ഫാമിലിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഫിലിം ഇൻഡസ്ട്രിയിൽ. ചേച്ചി മാരീഡ് ആണ്, കല്യാണം കഴിഞ്ഞു. ഇപ്പൊ ഇത്തവണത്തെ ക്രിസ്മസിന്റെ ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് സൗദിയിലാണ് ചേച്ചിയൊക്കെ. അപ്പൊ ഒരു 1.5 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അതെ ഞാൻ ഷൂട്ട് ഉണ്ട്, ഇപ്പൊ ഒരു തമിഴ് പടം ചെയ്തോണ്ടിരിക്കുകയാണ്. പക്ഷെ ക്രിസ്മസിന് ഞാൻ വീട്ടിലുണ്ട്. അപ്പൊ എല്ലാരും ഒന്നിച്ച് കസിൻസ്? അതെ അപ്പൊ ഞാൻ അവര് പറഞ്ഞിട്ടിങ്ങനെ ഇരിക്കുക, നമുക്ക് ഒന്നിച്ച് പാലായിലെ തിയേറ്ററിൽ തന്നെ പോയി പടം കാണണം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. ആണല്ലേ, സോ ഹാപ്പി. ആൻഡ് മിയക്ക് അടുത്ത കല്യാണം? അയ്യോ കല്യാണം ചോദിച്ചപ്പോ അപ്പൊ തന്നെ അയ്യോ കല്യാണം? അല്ലല്ല, ഇത് ടൈം ആയിട്ടില്ല, ആരും ചോദിച്ചില്ല. PG ചെയ്തോണ്ടിരിക്കുക, PG സെക്കൻഡ് ഇയർ ആണ് ചെയ്യുന്നത്. അല്ല, പൊതുവെ നമ്മുടെ മലയാളീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി കഴിയുമ്പോ തന്നെ കല്യാണം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ആലോചന തുടങ്ങും. അവിടെ ഞാൻ ജസ്റ്റ് ചോദിച്ചില്ല. ടേക്ക് ടൈം. ഇപ്പൊ അടുത്ത മൂവി എന്താണ് ചെയ്യുന്നത്? അടുത്ത് ഇപ്പൊ ഒരു തമിഴ് ചെയ്തോണ്ടിരിക്കുകയാണ്, ഇന്റർനേറ്റർ നാളെ എന്ന് പറഞ്ഞിട്ട്. അത് ഒരു മെയ് ആ ഒരു ടൈമിലാവുമ്പോഴത്തേക്കും ആയിരിക്കും. അതില് വിഷ്ണു ആണ് ഹീറോ ആയിട്ട് ചെയ്യുന്നത്, തിരുക്കുമരൻ എന്റർടൈൻമെന്റിന്റെ മൂവിയാണ്. പിന്നെ കരുണ ചേട്ടനുണ്ട് അതില്, JP, അങ്ങനെ കുറച്ച് പേരുണ്ട്. അതൊരു എക്സ്പെരിമെന്റ് മൂവി എന്ന് പറയാം. ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ടൈപ്പ് മൂവി അല്ലേ? ഓക്കെ, അപ്പം മിയ എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് കുറച്ച് ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മിയ ഭയങ്കര സ്വീറ്റ് റോൾസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഇഷ്ടം കേട്ടോ. കുറെ പേര് പറഞ്ഞത് വിശുദ്ധനാണ് അങ്ങനെ ഒരു സ്വീറ്റ്, അയ്യോ പാവം അങ്ങനെ തോന്നിയതെന്ന് പറഞ്ഞു. അപ്പൊ കുറെ ആൾക്കാർ മേ ബി ഒരു ഇന്നസെന്റ് ഫേസ് ഉള്ളത് കൊണ്ടായിരിക്കും കേട്ടോ. കുറെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ ഭയങ്കര ഇന്നസെൻസ് ആയിട്ടുള്ള ഫേസ് കിട്ടത്തുള്ളൂ. ആൻഡ് എന്തായാലും നന്നായി വരട്ടെ കേട്ടോ. ഓക്കെ, വി വിഷ് വരുന്ന എല്ലാ മൂവീസും സക്സസ് ആവട്ടെ എന്ന് വി വിൽ വിഷ്. ആൻഡ് ഇഷ്ടമുള്ള റോൾസിൽ നേരത്തെ പറഞ്ഞ പോലെ കോമഡി പീരിയോഡിക് ഒക്കെ കിട്ടട്ടെ എന്ന് ഞങ്ങൾ വിഷ് ചെയ്യാണ്. ആൻഡ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കസിൻസിനെ കുറിച്ചിട്ട്? പ്രേക്ഷകരോട് ആദ്യം തന്നെ ക്രിസ്മസിന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇത്തവണത്തെ ക്രിസ്മസിന് എൻ്റെ ഒരു സിനിമയുണ്ട് തിയേറ്ററുകളിൽ, കസിൻസ്. അപ്പോൾ അതെല്ലാവരും പോയി കാണണം. എന്താ പറയുക, ഒരു പ്യുവർ ഒരു എന്റർടൈൻമെന്റ് മൂവിയാണ്, ഒരു ഫൺ ടൈപ്പ് മൂവിയാണ്. എല്ലാവർക്കും പോയി ഒരു 2 മണിക്കൂർ ഫുൾ ചിരിച്ചു പറഞ്ഞ് തിരിച്ചു വരാവുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് സിനിമയാണ്. ഇപ്പോൾ ഡാൻസിന് ഡാൻസ് ഉണ്ട്, നല്ല പാട്ടുകൾക്ക് പാട്ടുണ്ട്, ഫൈറ്റ്, കോമഡി, എല്ലാ ടൈപ്പും എല്ലാ കാര്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വളരെ കളർഫുൾ ആയിട്ടുള്ള വളരെ എന്റർടൈനിങ് ആയിട്ടുള്ളൊരു മൂവിയാണ്. അപ്പോൾ എന്തുകൊണ്ടും ഈ ക്രിസ്മസിന് പോയി കണ്ട് സന്തോഷിച്ച് തിരിച്ച് വീട്ടിൽ വരാവുന്ന പോലത്തെ ഒരു സിനിമയാണ് കസിൻസ്. അപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കുന്നതോടൊപ്പം കസിൻസും കണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും നേരും. യെസ്, നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നും ആൻഡ് നമ്മുടെ 1TV പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നും ആൻഡ് നമ്മുടെ എല്ലാ ക്രൂ മെമ്പേഴ്സിൽ നിന്നും വണ്ടർഫുൾ ക്രിസ്മസ് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു. ഹാപ്പി ക്രിസ്മസ്. യു ടു. താങ്ക് യു.